മധ്യ ഏഷ്യയിൽ സാമ്രാജ്യത്വ ശക്തികൾ സൃഷ്ടിക്കുന്ന യുദ്ധഭീകരതയ്ക്കെതിരെ സമാധാന സന്ദേശമുയർത്തി CPM കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും സമ്മേളനവും നടത്തി. പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മധ്യ ഏഷ്യയിൽ സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന യുദ്ധഭീകരതയ്ക്കെതിരെ സമാധാന സന്ദേശമുണർത്തി CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. NS സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച റാലി കായംകുളം സസ്യ മാർക്കറ്റിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം അഡ്വക്കേറ്റ് പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ ശക്തമായ ഭാഷയിൽ നമ്മളുടെ സംഘടന ഉറക്കെ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ശക്തിയുണ്ട് എന്ന് കരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ശക്തിയുണ്ട് എന്ന് സ്വയം നടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ജാതിയും മതവും ഒക്കെ പറയുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അത് അങ്ങേയറ്റം തെറ്റാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറയുന്നത് ഇസ്രയേലിൻ്റെ ഇറാനെതിരെയുള്ള ആക്രമണത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ശക്തമായി അപലപിക്കുന്നു എന്ന് പറയാൻ ധൈര്യം എന്തുകൊണ്ടാണ് ഇടതു പാർട്ടികൾ കാണിക്കുന്നത്? നിലവിലുള്ള സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്ന് നമ്മുടെ പാർട്ടി ആഹ്വാനം ചെയ്യുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഇസ്രയേൽ ഇറാനെതിരെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് നമ്മൾക്കറിയാം, മുതിർന്ന ആണവശാസ്ത്രജ്ഞർ, സൈനിക ജനറൽമാർ, സിവിലിയന്മാരടക്കം നിരപരാധികളായ ഒരുപാട് മനുഷ്യർ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിർണായകമായ ഗതിവേഗങ്ങളെ നിയന്ത്രിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ കാലത്ത് കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് യുദ്ധം, നമ്മൾക്കറിയാം, യുദ്ധം എപ്പോഴും നാശം തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിനാണെങ്കിലും നെതന്യാഹുവിനാണെങ്കിലും യുദ്ധം ഒരു ബിസിനസ്സാണ്. ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം UPA ഗവൺമെൻറ്റിന് പിന്തുണ പിൻവലിച്ചതെന്ന് നമ്മൾക്കെല്ലാം പകൽ പോലെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലേ. ഒന്നാം UPA ഗവൺമെൻറ് കാലഘട്ടത്തിൽ അവസാന കാലത്താണ് അമേരിക്കയുടെ ആണവ റിയാക്ടറുകൾ ഇന്ത്യയുടെ മണ്ണിലേക്ക് ഇറക്കി വെക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ അന്നത്തെ ഒന്നാം UPA ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള ഭരണാധികാരികൾ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ പറഞ്ഞത് 1-2-3 കരാറിന് നമ്മൾ എതിരാണ്, അമേരിക്കയുടെ ആണവ റിയാക്ടറുകൾ കൊണ്ടുവെക്കാനുള്ള ഇടമല്ല ഇന്ത്യ എന്ന് നമ്മളാണ് പറഞ്ഞത്. പിന്തുണ പിൻവലിച്ചു. വർത്തമാന കാലഘട്ടത്തിൽ ഇന്ന് നാം കാണുന്ന ദുസ്സഹമായ ഒരു കാഴ്ചയുണ്ട്. പാലസ്തീനിൽ കഴിഞ്ഞ കുറേ നാളുകളായി പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടക്കം ശവശരീരങ്ങൾ ചിന്നിച്ചിതറുന്ന കാഴ്ച. ഇസ്രയേലിന്റെ യുദ്ധക്കൊതി മൂലം സാമ്രാജ്യത്വത്തിന്റെ അതിഭീകരത നിമിത്തം ലോകത്ത് വല്ലാത്ത രൂപത്തിലേക്ക് ലോകത്തിന്റെ സമാധാനാന്തരീക്ഷത്തെ തന്നെ തകർക്കുകയാണ്. ഒട്ടേറെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് പാലസ്തീനിലെ അറേബ്യൻ വർഗം അറബ് രാജ്യത്തുടനീളം കഴിഞ്ഞ കുറെ അധിക കാലമായി അറാബത്തിന്റെ കാലം മുതൽ അധിനിവേശത്തിന്റെ പോരാളികൾ ആ സാമ്രാജ്യത്വത്തിനെതിരായി തുറന്നു വീണ മണ്ണിൽ ജീവിക്കാൻ വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലസ്തീൻ ആവശ്യപ്പെടുന്നത്, പാലസ്തീനിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പുതിയൊരു സാമ്രാജ്യത്വത്തിന് വേണ്ടിയല്ല, പുതിയൊരു രാജ്യത്തിന് വേണ്ടിയല്ല. താനും തങ്ങളുടെ പൂർവികന്മാരും അവർ ജനിച്ചു വളർന്നു വീണ മണ്ണിൽ, അവരുടെ പൈതൃകങ്ങളുള്ള മണ്ണിൽ, അവരുടെ സ്വത്തും ഉയർന്നു നിൽക്കുന്ന മണ്ണിൽ അവിടെ അവസാനം വരെ ജീവിക്കുവാൻ, സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയാണ് പാലസ്തീനിൽ വിമോചന പോരാളികൾ സമരം നടത്തുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗം ഷേഖ് പി ഹാരിസ് അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി P ഗാനകുമാർ, CPM ഏരിയ സെക്രട്ടറി B അബിൻഷാ, P അരവിന്ദാക്ഷൻ, S ആസാദ്, V പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.